ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മോൻ ഉറങ്ങാട്ടോ, എണിച്ചിട്ടില്ല. രാവിലത്തെ ഒരു ദിവസമാണെന്ന് കാണിക്കുന്നത്. എൻ്റെ ഒരു ദിവസം കേട്ടോ. മോള് മദ്രസ പോയിട്ടുണ്ട്. അപ്പോൾ അവൾ വരുമ്പോഴത്തേനും അവളുടെ യൂണിഫോം വെനസ്ഡേ യൂണിഫോമാണത്. അവൻ അയൺ ചെയ്ത് വെക്കുക കേട്ടോ. മോൻ എണിച്ചതിനൊന്നും സമ്മതിക്കൂല. അപ്പോൾ വേഗം ഒന്ന് സെറ്റാക്കി വെക്കുക. അവൻ എണിക്കുമ്പോഴത്തിന് വൈറ്റ് ഷർട്ടും നേവി ബ്ലൂ സ്കേർട്ടും കേട്ടോ. സ്കേർട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് അയൺ ചെയ്താലാണ് ശരിയാവുള്ളൂ. സ്റ്റീം കൊടുത്താലാണ് അയൺ ഒരു ചാക്ക് പോലത്തെ തുണിയാട്ടോ അത് മെറ്റീരിയൽ. അപ്പോൾ അതൊന്ന് അയൺ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മോൻ എണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി അപ്പോൾ ഇതിന് മോള് വന്നു. അവളെ മാറ്റിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവളുടെ മാറ്റി സ്കൂളിൽ വിട്ടു. ബസ് ടൈം ആയതുകൊണ്ട് അവൾ വേഗം ഓടി പോവാട്ടോ. സലാം പറഞ്ഞ് അവൾ പോയി. അത് കഴിഞ്ഞ് അവനൊന്ന് ബ്രഷ് ചെയ്തിട്ട് ചായ കൊടുക്കുകയാണ് കേട്ടോ. ഉച്ചത്തേക്കുള്ള കറി വെക്കണം. അതിനതാ പരിപ്പ് കഴുകി അടുപ്പത്ത് വെക്കുകയാണ്. വെള്ളരിക്കയും പരിപ്പും വെക്കാൻ വിചാരിച്ചു. അതിനിടയ്ക്ക് അവൻ്റെ ഒരു കുഞ്ഞിക്കൈ ഉണ്ട് കേട്ടോ. ഇടയിൽ പരിപ്പും തക്കാളിയും കഴുകി ഒന്ന് കുക്കറിലിടാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് റേഷൻ കടയിൽ നിന്ന് തരുന്ന പരിപ്പാണ്. അപ്പോൾ വേഗം വേകും. നമുക്കിവിടെ അരിയും പരിപ്പൊക്കെ ഫ്രീ ഉണ്ട് കേട്ടോ. 20 കിലോ അരി. പരിപ്പിന് ചെറിയ എന്തൊരു പൈസ കൊടുക്കണം, എന്നാലും കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടി ലാഭമാണ് കേട്ടോ. ഇത് വേഗം വേകും. അതിലേക്ക് ഒരു തക്കാളി കൂടിയും കഴുകി മുറിച്ചിടുക. കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ കല്ലുപ്പ് 1 സ്പൂണും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോഴാണ് പച്ചമുളക് ഇട്ടിട്ടില്ലാന്ന് ഓർത്ത് കേട്ടോ. പച്ചമുളക് വാങ്ങിയതുമില്ല. അപ്പോൾ ചെടിയിലുണ്ടോ നോക്കാൻ പോകും കേട്ടോ. അപ്പോൾ ചെടിയിൽ അത് 1-2 ഒക്കെ ഉണ്ട്. അപ്പോൾ അതും പറിച്ച് കറിയിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. വെള്ളരിക്ക ഇടുമ്പോൾ പച്ചമുളക് ഇട്ടിട്ടൊന്ന് വേവിച്ചു. അതിനിടയ്ക്ക് പുറത്ത് ആകെ മെസ്സിയായി കിടക്കണുണ്ടോ. ആ പച്ചമുളക് കുറയ്ക്കാൻ പോയപ്പോഴാണ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ ആകെ മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ വെള്ളരിക്ക അടുപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. പുറം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ. അതുകൊണ്ടില്ല ആകെ ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ട്രെയിനിങ്ങിനും ആ ഭാഗമൊക്കെ ആയിട്ട് എനിക്ക് ഇതും ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു ഫ്രീ കിട്ടിയപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ പച്ചമുളക് പറിക്കാൻ വന്നപ്പോഴാണ് അതൊന്ന് ശ്രദ്ധിച്ചത്. ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തൈകളും വിത്തുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നടുവും വേണം. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിട്ടൊന്ന് ഒന്ന് അടിച്ചു വാരി. ഇപ്പം അതിൻ്റെ വീടിൻ്റെ അപ്പുറത്ത് എസ്റ്റേറ്റാണ്, കാപ്പി എസ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുള്ളും ഈട്ടി മരങ്ങളും ഉണ്ട്. അതിങ്ങനെ വന്ന് ചാടും. ഒരുപാട് ഇലകൾ വന്ന് ചാടും കേട്ടോ. എത്ര ക്ലീൻ ചെയ്താലും ഭയങ്കര കരിയില വെക്കാരം. ഇതിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് 2 കോഴി എൻ്റെ ഒരു മോനും ഉണ്ട്. അവർ മതി ഇവിടെ മെസ്സാക്കി ഇടാൻ കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്തൊരു ഭാഗം അകാണെങ്കിൽ മോൻ നാശാക്കി കൊണ്ട് കൊടുക്കും, പുറമാണെങ്കിൽ കോഴി ചെനങ്ങി നാശാക്കി നടക്കും കേട്ടോ. എന്നാലും ഞാൻ പറ്റണമാതിരി ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. ക്ലീനായിട്ട് വരാം കേട്ടോ. ഒരു ഭാഗം പറ്റണമാതിരി ഒന്ന് അടിച്ചു വാരി വേസ്റ്റൊക്കെ ഒന്ന് കത്തിച്ചു. അവിടെ ഒരു ചീരത്തൈ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ സീത്താപ്പഴം എന്ന് പറയും. ഇത് റംബുട്ടാൻ്റെ മരം കേട്ടോ. ചെറിയ ചെറിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ മുരിങ്ങൻ്റെ കൊമ്പ് കുത്തി മുളച്ച് വരുന്നുണ്ട്. അതിലുണ്ടൊരു ചീരത്തയ്യ്. ഇത് ഞാൻ തന്നെ നട്ട കുരുമുളക് വള്ളി കേട്ടോ. ഇതാ കറ്റാർ വാഴ, അതിനൊരു പൈനാപ്പിൾ തൈയും ഉണ്ട് അതിൽ. പിന്നെ അപ്പുറത്തൊരു ലെമൻ്റെ തൈ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് കൂട്ടുകാരെല്ലാവർക്കും അറിയായിരിക്കും. മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ എന്ന് പറയും. പക്ഷേ കസ്തൂരി മഞ്ഞൾ വിചാരിക്കുമ്പോൾ എല്ലാവരും യെല്ലോ കളറാണ് വിചാരിക്കും കേട്ടോ. പക്ഷേ ശരിക്കും കസ്തൂരി മഞ്ഞളുടെ കളർ യെല്ലോ അല്ല, ഒരു വൈറ്റ് കളറാണ് കേട്ടോ അതിൻ്റെ വരിക. ഈ പൊട്ടിക്കണത് സാധാ മഞ്ഞളാണ് കേട്ടോ. ഞാൻ കസ്തൂരി മഞ്ഞൾ ഏതാണെന്ന് കാണിച്ചു തരാം. ഇത് ഇതാണ് നമ്മൾ കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. സാധാ മഞ്ഞളാണ് കേട്ടത്. കണ്ടോ, ഇത് യെല്ലോ കളറാണ്. പക്ഷേ നമ്മളെ കസ്തൂരി മഞ്ഞൾ ശരിക്കും ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ശരിക്കും നമ്മുടെ കസ്തൂരി മഞ്ഞൾ. അതൊരു വൈറ്റ് കളറായിരിക്കും കേട്ടോ. അതിന് സ്മെല്ലുണ്ടാകും, പക്ഷെ അത് വൈറ്റ് കളറായിരിക്കും. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കേട്ടോ. വയനാട്ടിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും ഇങ്ങനത്തെ മഞ്ഞൾ. പുറത്തുള്ളവരൊക്കെ നമ്മൾ സാധാ മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോ കളർ മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും കസ്തൂരി മഞ്ഞൾ കേട്ടോ. ഇതാ റംബുട്ടാൻ തൈയൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ മഞ്ഞളുടെ ചെടിയാണ് കേട്ടോ. അത് കസ്തൂരി മഞ്ഞളുടെ ചെടിയാണത്. അപ്പോൾ അവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമുക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കത്തിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മോനും ഉണ്ട്. ഒപ്പം ഈ കത്തിക്കുന്ന വേസ്റ്റൊക്കെ അപ്പോൾ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ.
ഒരുവിധം ചപ്പും ചമ്മലൊക്കെ അത് അടിച്ചു കൂട്ടി കത്തിക്കുക കേട്ടോ. ഇത് ഈ കാണുന്നത് കാച്ചിലാണ് കേട്ടോ. നമ്മുടെ കാച്ചിലെന്ന് പറയും, കാവത്തെന്നൊക്കെ പറയും. അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് അടിച്ച് വാരി കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കോഴിയമ്മ മക്കളൊക്കെ ചിക്കിച്ചനങ്ങി ഇതാ കൂട്ടിയിട്ട് കൊടുത്തൊക്കെ ചിക്കിച്ചനങ്ങി ആകെ നാശാക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ഇത് നമ്മൾ റംബൂട്ടാൻ ചെടി കേട്ടോ. കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുവിധമൊക്കെ ഒന്ന് അടിച്ചു വാരി വന്നതാ കൂട്ടി വന്നതാട്ടോ. ഇവിടെ ഈ കാച്ചിലിൻ്റെ ചൂടുണ്ട്, അതിൽ കുറച്ച് മണ്ണ് കൂട്ടി വെച്ചിരുന്നതാണ്. ഇതാ കോഴിയമ്മയും മക്കളും അത് ഫുള്ള് ചെനങ്ങി ആകെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ട് കേട്ടോ. അടിച്ചു വാരി ചൂലെടുത്ത് വെച്ചിട്ടില്ല, അപ്പോഴത്തേന് ഇതാണ് ഇവിടെ കോലം. ഞാൻ അടിച്ചു വാരി അതിൽ കൂട്ടി വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ മേലോട്ട് കൂട്ടി വെച്ചതായിരുന്നു മണ്ണ് കേട്ടോ. ഒക്കെ അവർ ചെനങ്ങി നാശാക്കിയിട്ടിട്ടുണ്ട്. ഇനി ബാക്കി അടിച്ചു വാരിയ വേസ്റ്റും ഇതൊക്കെ ഒന്ന് കത്തിക്കണം. പകുതി കത്തിച്ചിട്ടുണ്ട്, ഒന്നിച്ച് കത്തിച്ചാൽ ആളി കത്തുമെന്ന് വെച്ചിട്ട് കുറച്ച് ഈശിട്ട് കത്തിക്കുക കേട്ടോ. ഒരുവിധം അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഒരു നടന്ന് ചിക്കി പരത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്നത് അവരും ചെയ്തു തരുന്നുണ്ട്. ഞാൻ അതങ്ങനെ മൂടി വെച്ചതായിരുന്നു കേട്ടോ കാച്ചിൽ. രണ്ടാമതും ഞാൻ അവർ ചിക്കി ചനക്കിൽ മൂടി വെച്ചതാണ്. പിന്നെ അവർ പോയി കോലാണ്. പിന്നെ കാറ്റ് നല്ല കാറ്റാണ്, എത്ര അടിച്ചു വരിയാലും കരിയില വന്ന് കൂടുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.